വെച്ചാ ഞാൻ തന്നെ പറഞ്ഞോട്ടെ. നിന്റെ വർത്താനം കേൾക്കുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഞാനിപ്പോ ഒരു കാര്യം പറയാനാ വിളിച്ചത്. താത്ത സമാധാനത്തോടെ കേൾക്കണം. അള്ളാജിന്റെ മന തള്ളിട്ടോ? ആകെ അടങ്ങറായിട്ടുണ്ടാവില്ലേ കുട്ടി? പിന്നെ അതൊക്കെ ഇപ്പൊ അവിടെ വരുമ്പോഴൊക്കെ ബോധ്യമാവുന്ന കാര്യല്ലേ. ഉമ്മാക്ക് എന്നെ കുറിച്ച് പറയാനേ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരമുള്ളൂ. പ്രായം 10-30 എന്റെ കാര്യമില്ല. അന്റെ അത്ര പക്വതയും കൂടി ഇല്ല ഓക്ക്. എന്താച്ചാ വേഗം പറയും, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ. നുസ്താത്ത് എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി വിളിക്കണേ? ഞാനൊന്ന് നല്ലൊരു സ്വപ്നം കണ്ട് കിടന്നു പറഞ്ഞിരുന്നു. എപ്പൊ എന്ത് നല്ല എന്തെങ്കിലും ഉണ്ടാവുമ്പോഴും അതിന്റെ ഇടയിൽ ഒരു കരടായിട്ടിട്ടുണ്ടാവും. എന്താ നുസ്താത്ത് നിങ്ങൾ എപ്പോഴും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത ഇജല്ല, ഞങ്ങളാണ്. ഞാനാണല്ലോ ഇപ്പൊ എന്റെ അങ്ങളനെ കൊണ്ട് എന്നെ കെട്ടുണ്ടാക്കിയത്. ഇപ്പൊ എന്റെ അമ്മാക്ക് ഇന്നക്കായും കാര്യം തന്നെയാണല്ലോ. എന്റെ കാക്കാക്കും എന്റെ അമ്മാക്കും ഇപ്പൊ അന്നെ കഴിച്ചിട്ടുള്ളൂ. ഓർക്ക് പിജ്ജാണ് സ്വർഗം. അതൊക്കെ നിങ്ങൾ തോന്നലാണ്. ഞാൻ വന്നെന്ന് വിചാരിച്ചിട്ട് കാക്കും ഉമ്മാക്കും നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഇമ്മ നിങ്ങളെ കുറിച്ച് പറയാത്തൊരു ദിവസം കൂടി ഇല്ല, അറിയോ നിങ്ങൾക്ക്? പിന്നെ അതൊക്കെ ഇപ്പൊ അവിടെ വരുമ്പോഴൊക്കെ ബോധ്യമാവുന്ന കാര്യമില്ലേ. ഉമ്മാക്ക് എന്നെ കുറിച്ച് പറയാനേ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരമുള്ളൂ. ഇത് കേട്ട് മടുത്ത് അങ്ങോട്ട് വരുന്നത് എനിക്ക് പ്രതീക്ഷയായിരിക്കും. നിങ്ങൾക്കൊന്ന് നല്ലപോലെ ഉമ്മാക്ക് സ്നേഹത്തോടൊന്ന് വിളിച്ചൂടെ? എന്തിനാണ് ഉമ്മ എന്നെ പുന്നാരിക്കിടന്ന് നേരി കാണാൻ വേണ്ടിട്ടോ? എന്താ മുസ്താത്ത നിങ്ങൾ എപ്പോഴും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പണ്ടിന്റെ ഉമ്മാക്ക് ഇന്നെ കാണാൻ ഞാൻ ഉറക്കം കിട്ടില്ലായിരുന്നു. ഇപ്പൊ ഞാനൊന്നിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്റെ മകി മോദിരിക്കാനേ ഉമ്മാക്ക് നേരമുള്ളൂ. അത് കേൾക്കാനും പിന്നെ എന്തിനാ ഞാൻ ആ വൈക്കൊക്കെ വരണ്ടേ? അതൊക്കെ താത്താടെ തോന്നലാണ്. ഞാനിപ്പോ ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താച്ചാ വേഗം പറയും, എനിക്ക് വേറെ പണിയുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ താത്ത സമാധാനത്തോടെ കേൾക്കണം, ടെൻഷൻ ആവരുത്. നിക്ക് വേറെ പണിയില്ലാതിരിക്കല്ലേ ഇജ്ജ് പറഞ്ഞോ കേട്ട് ടെൻഷൻ ആവാൻ. ഇജ്ജ് എന്താച്ചാ വേഗം പറയാൻ നോക്കൂ. താത്ത നമ്മുടെ ഉമ്മ വീണു. അള്ളാജിന്റെ മന തള്ളിട്ടോ? എന്തു വർത്താനാ താത്തങ്ങള് പറഞ്ഞത്? ഇമ്മ ഇന്റെയും കൂടി ഇമ്മല്ലേ, ഞാൻ അങ്ങനൊക്കെ ചെയ്യോ? ഇവിടെ ഇങ്ങനെ ഒന്നും പറയല്ലിട്ടാ. തുടങ്ങിയോളെ കള്ളക്കരച്ചില്. കരച്ചിൽ നിർത്തി ഫോണൊക്കെ നോക്കടി. ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്കുള്ളത് ഞാൻ അവിടെ വന്നിട്ട് തരാം. ഹലോ. റബ്ബേ, എങ്ങനെ ഉണ്ടാവുമോ മക്കള്? സ്വന്തം അമ്മ വീണെന്ന് അറിഞ്ഞിട്ട് അത് എങ്ങനെ എന്താന്ന് ചോദിക്കാൻ കൂടി നിസ്താതെ തയ്യാറാവണില്ലല്ലോ. ആ ഉള്ള നേരം കൂടി എന്റെ കുറ്റം കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഞാൻ ഇതൊക്കെ എങ്ങനെ ഉമ്മാനോട് പറയാം? തൽക്കാലം ഇപ്പൊ ഒന്നും ഉമ്മാണ്ട് പറയണ്ട. എന്തിനാ ആ പാവത്തിന്റെ മനസ്സും കൂടി ബേജാറാക്കുന്നത്? സൂറാബിയെ എന്റെ അമ്മ എന്തേലും വേണോ? നമ്മടെ കുട്ടിമാനൊന്നും ഏൽപ്പിച്ചിരിക്കാം. ഒരേ കെടുത്ത് കിടന്നിട്ടേ ഊരി പുറക്കല്ല വേദന. നമ്മടെ കുട്ടീനെ കൊണ്ട് ആകെ ഇടങ്ങറായില്ലേ. ഇപ്പൊ കുട്ടിയോടും പേരെയും കൂടി ഒക്കെ നോക്കണ്ടേ. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഉമ്മാന്റെ ഈ കെടുപ്പും കൂടി ആയിപ്പോ ആകെ ഇടങ്ങറായിട്ടുണ്ടാവില്ലേ കുട്ടി? നിക്കെന്തടങ്ങറമ്മ, ഇതൊക്കെ എന്റെ കടമല്ലേ. നിങ്ങളിപ്പോ അതൊന്നും ആലോചിച്ച് ടെൻഷനാവാൻ നിൽക്കണ്ട. ഒരു പാട്ടടക്കം ഇടുന്നോളെ. നുസിനോട് എങ്ങാനും പറഞ്ഞിരുന്ന കാര്യം വിളിച്ചോള്? ഇല്ലമ്മ, പറഞ്ഞിട്ടില്ല. സാവധാനം പറയാലോ. ഒക്കെ ഒറ്റയടിക്കാണ്ട് പറയണ്ട.
സാവധാനം പറഞ്ഞാൽ മതി. പാവം നാളെ വന്നപ്പോ എന്നോട് കൊറേ ഒച്ചയും വിളി ഉണ്ടാക്കി തല്ലുണ്ടാക്കി പോയതല്ലേ. പ്രായം 10-30 കഴിഞ്ഞിട്ട് കാര്യമില്ല. അന്റെ അത്ര പക്വതയും കൂടി ഇല്ല ഓൾക്ക്. സാവധാനം പറയാലോ. അറിഞ്ഞപ്പോ ഉസ്താദ് ഓടി വരൂലേ. സാവധാനം കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഓളോട്. ഫോണിൽ കൂടെ കണ്ട് കേൾക്കുമ്പോഴേ ആകൾക്ക് ആളുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ ഇവിടെ നിന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ആയിക്കോട്ടെ അമ്മ കിടന്നോളി. ഞാൻ പോയിട്ടേ കഞ്ഞെടുത്തുങ്ങാണ്ട് വരാം. അല്ലാ, എന്റെ പേരക്കുട്ടികൾക്കും മക്കൾക്കും മരക്കൾക്കും ഒക്കെ നല്ല വരുത്തണേ റബ്ബേ. സൂറാബിയെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ അമ്മക്ക്. ഇതമ്മ നമ്മളെ കുട്ടിയെ എൻ്റെ ഫോണിൽ നിന്ന് മ്യൂസിക്കൊന്ന് വിളിച്ചാണിച്ചാ ഞാൻ തന്നെ പറഞ്ഞോട്ടെ. നിന്റെ വർത്താനം കേൾക്കുമ്പോൾ ഓൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഇതമ്മ അടിച്ചിട്ടുണ്ട്. ചോദിച്ചു നോക്കി. ആ അടിക്കണ്ട. ഇവിടെ ഞാൻ എന്തിനാ പിന്നെ വിളിക്കണത്? ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. എവിടെ മാടെ കുട്ടി? ഒരു വിവരമില്ലല്ലോ. ഓ ഉമ്മാക്ക് പിന്നെക്കായി നല്ല കുട്ടി അവിടെ ഉണ്ടല്ലോ. ഞാനെന്തിനാണ്? അന്റെ തെറ്റലൊന്നും ഇതുവരെ തീർന്നിട്ടില്ലേ? നിങ്ങക്ക് പെങ്ങളെ മരിയോളെ കഴിച്ചിട്ടല്ലേ വേറെ ആരും ഉള്ളൂ. സൂറാവിടെ പുരാണം അതാനല്ല ഇപ്പൊ എപ്പോഴും നിങ്ങൾക്ക് നേരമുള്ളൂ. വല്ലാത്തൊരു കാലം. ഇതെന്താ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ മുസിയെ? എന്തേ വേറെ കുട്ടികളെ പിന്നാലെ ഓടി അടഞ്ഞിട്ട് വീണോ? അപ്പൊ വീണ് കഴിഞ്ഞപ്പോ ഇതിന്റെ ആവശ്യം ഉണ്ടാവൂലേ? അപ്പൊ എന്നോടാരും പറഞ്ഞേ? ഞാനെന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം ഇങ്ങോട്ട് വായോ. നിങ്ങളിപ്പോ ഒന്നും പറയണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി നമുക്ക് അവിടെ നിന്നിട്ട് നോക്കാം. സൂറാബിയെ പേരക്കുട്ടികളെ വെച്ചിട്ട് ജീവൻ കളഞ്ഞ ഉടലല്ലേ എപ്പൊ നോക്കിയാലും പണി. എവിടെയെങ്കിലും അടഞ്ഞിട്ട് വീണിട്ടുണ്ടാവും. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ ഓൾക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള ഏജിനോട് വെറുതെ പറഞ്ഞു തരുന്നില്ലേ? അന്റെ അത്ര കാര്യം വരും പോലും ഇല്ലല്ലോ റബ്ബേ എന്റെ കുട്ടിക്ക്. എന്നിട്ട് പോലും ഞാനൊന്ന് വിളിച്ചിട്ട് പോലും എനിക്ക് എന്താ പറ്റിയെന്നാ എങ്ങനെ ഉണ്ടെന്ന് പോലും ചോദിച്ചില്ലല്ലോ.